22-ാം തീയതി ഈ സിനിമ 21-ാം തീയതി. അതിന് മുമ്പ് ദൃശ്യം 3 എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. അപ്പം അതിൽ ചേട്ടൻ്റെ ദൃശ്യം 2-ലാണെങ്കിൽ തന്നെ ചേട്ടൻ്റെ റോള് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും ചേട്ടൻ അതിലൊരു ഇതിൽ ഫ്രെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ദൃശ്യം 3 ചെയ്തപ്പോൾ? 3 പറയത്തില്ല, എന്നാലും ഉണ്ട്. കാരണം ട്രെയിലർ കണ്ടല്ലോ, അതിനകത്തുണ്ടെന്നുള്ളത് അറിയാമല്ലോ. ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല, പറയുകയില്ല. ട്രെയിലർ വന്നതുകൊണ്ടാണ് ഞാൻ 3-ലുണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ ദൃശ്യം 3 റിലീസിന് ലാലേട്ടൻ കവിത വരുമെന്ന് ഇങ്ങനെയൊക്കെ ഒരു ഇത് കേൾക്കുന്നു. അതൊക്കെ പറയുന്നു. കാരണം അവിടെ വെച്ച് ടിക്കറ്റ് കൊടുത്തല്ലോ, തിയേറ്ററിൽ സിനിമ ടിക്കറ്റ് അനിടിച്ചേട്ടൻ കൊടുത്തായിരുന്നു. അപ്പോൾ ലാൽ സാർ അവിടെ വെച്ചെന്ന് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത്, ടിക്കറ്റ് എടുത്ത് സിനിമ. തിയേറ്റർ ഏതാണെന്ന് എന്നോട് പറഞ്ഞില്ല. ലാലേട്ടൻ വരുമോ അപ്പോൾ കവിത? പിന്നെ വരും 21-ാം തീയതി. ഇപ്രാവശ്യം പല ആളുകൾക്ക് ചോദിക്കാൻ കഴിയില്ല, എന്നാലും ചോദിക്കാം. ഇപ്രാവശ്യം കുറച്ച് കുട്ടി അതും എനിക്കറിയത്തില്ല. എന്നറിയാമോ, നമുക്ക് നമ്മുടെ വേഷമല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം നമ്മൾ ഒരു ദിവസം ഒരാളെ വെച്ചാൽ ഡബ് ചെയ്യിച്ചു. മറ്റേ അവരൊക്കെ ഡബ് ചെയ്ത് എന്തൊക്കെയോ ക്ലൈമാക്സൊക്കെ മാറ്റിമുറിച്ചൊക്കെ ഡബ് ചെയ്യിപ്പിച്ചെന്നാണ് പറഞ്ഞിട്ട്. ഡബിങ് സമയത്ത് ഞാൻ എൻ്റെ മാത്രമാണ് അന്ന് ഒരു ദിവസം. എനിക്ക് 14 ദിവസം. ജിത്തു ജോസഫ് ഇതിൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞ കുറേ ഇമോഷണൽ മൊമെൻറ്റിലൂടെയൊക്കെ കടന്നു പോകുന്ന സിനിമയായിരിക്കുന്നത് ആയിരിക്കാം. അപ്പോൾ ഷൂട്ടിങ്ങിനിടയ്ക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഇതിലല്ല, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല. അന്ന് ജോർജ് കുട്ടിയെ കൊടുക്കാനുള്ള ഒരേ ഒരാൾ ചേട്ടനാണ്. അതന്ന് 2-ലല്ലേ. ഇതിൽ ലാലേട്ടനായിട്ടും ത്രൂ ഔട്ട് കോമ്പിനേഷൻ സീൻസ് എങ്ങനെയാണ്? ലാലേട്ടനുമായിട്ടുണ്ട്. എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ സൂപ്പർ സ്റ്റാർസിന് കൂടെ അഭിനയിക്കണം എന്നതാണ്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പം എന്താ ചേട്ടൻ തോന്നിച്ചു രണ്ടാമത്തെ സിനിമ ചെയ്യുന്നത്? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി സീനില്ലായിരുന്നു. ഇതിനകത്ത് പിന്നെ കുറേ സീനുകളുണ്ട്. ലാലേട്ടൻ അല്ലാതെയും കുറേ സീനുണ്ട്, ലാലേട്ടൻ്റെ കുറേ സീനുണ്ട്. വളരെ സന്തോഷമായിരുന്നു പറയാം. ലാലേട്ടനെ നോക്കിക്കണ്ട് പഠിച്ച ഒരു കാര്യം എന്തായിരിക്കും ചോദിച്ചത്? ലാലേട്ടനെ നോക്കിക്കണ്ട് പഠിക്കാൻ എനിക്ക് പേടിച്ചിട്ട് ജീവിച്ചിട്ടുണ്ടോ? അറിയില്ല. അതും എനിക്കറിയത്തില്ല. നമുക്ക് നമ്മുടെ മാത്രം നമ്മൾ ചെയ്തിട്ട് പോയിട്ടുള്ളൂ. നമുക്കതിനെപ്പറ്റി അതിൻ്റെ കണ്ടിന്യൂറ്റി ആണ് പോകുന്നത്. അതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ അതൊന്നും നമുക്ക് പറയാനുള്ള പറ്റില്ല. കാരണം വെച്ചാൽ അത് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ആരും പറയില്ലെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഈ ട്രെയിലർ ഇറങ്ങിയോണ്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അറിയത്തില്ല. ഒന്നിട്ടില്ല, ഞാനിപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോഴേ നമ്മൾ അഭിനയിക്കുകയും ചെയ്തു, പക്ഷെ നമുക്ക് പുറത്ത് പറയാനും പറ്റുന്നില്ല. ഉള്ളിൽ അടക്കി പിടിച്ച് റിലീസ് വരെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, എങ്ങനെയുണ്ട്? അതെങ്ങനെയാ? അല്ല, ഇത് ഇങ്ങനെ ചോദിച്ചോണ്ട് ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. ആരും ചോദിക്കാറില്ല. ഇങ്ങനെ ബാക്കി സിനിമ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചാടി പറയുമല്ലോ. പക്ഷെ ഇങ്ങനത്തെ സിനിമയൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഉള്ളിൽ പക്ഷെ എല്ലാം ഉണ്ട്, ബാക്കിന്റെ തുമ്പത്ത് പറയണമെന്നുണ്ടാവും, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ പറ്റിയില്ല. നമ്മൾ അവരോട് കാണിക്കുന്ന നന്ദിയുടെ അഭിപ്രായമില്ലേ. രസാന്തരത്തില് മറ്റേ ഇന്നസെന്റ് പോയി പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു രഹസ്യം അവര് വീട്ടില് വൈഫിന്റെ അടുത്തൊക്കെ പറയാൻ അതുപോലെ പറയാൻ. പക്ഷെ ഞാൻ ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയത്തില്ല അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നൊന്നും അറിയത്തില്ല. അതൊക്കെ വേറെ ഒക്കെ ലെവലിലൊക്കെ ആയിരിക്കുമല്ലോ. അല്ല, അന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞല്ലോ ദൃശ്യം 4 ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ലേ. ചെയ്തായിരുന്നല്ലോ. ചിലപ്പോൾ കാണിയില്ലായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. ദൃശ്യം 3 നമുക്കുണ്ടോ? അങ്ങനെ സംഭവിച്ച പടത്തിന്റെ പേര് മാറേണ്ടത്.
അതെനിക്കറിയത്തില്ല കേട്ടോ. ആ തിരക്കിനിടയിൽ അല്പനേരം തിയേറ്ററിൽ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയുക? എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതും കുട്ടികളൊക്കെ ആയിട്ടും അച്ഛനമ്മമാരൊക്കെ ആയിട്ട് പോയി കാണണം. നല്ല അവർക്ക് കാണാനുള്ളൊരു സിനിമയാണ്. കാരണം കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള സിനിമയാണ്. നല്ല അറിവ് കിട്ടുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം എന്നാണ് പറയാനുള്ളത്. ദൃശ്യം പോലത്തെ ഒരു വലിയ സിനിമയുടെ കൂടെ ഈ ഒരു കമ്പാരിറ്റീവ്ലി ഈ ഒരു ചെറിയ സിനിമ പ്രേക്ഷകർ എത്രത്തോളം അത് ഏറ്റെടുക്കുന്നത് തോന്നുന്നു ചേട്ടൻ? അത് രണ്ടും രണ്ട് തലമല്ലേ. ദൃശ്യം കാണുന്നത് വേറെ റൂട്ടിൽ കാണും. ഇതിപ്പോൾ കാണുന്നത് കുട്ടികൾ ഉള്ള കാരണന്മാർ. ഇതിപ്പോൾ ഇതിനു വേണ്ടി തന്നെ ഓരോ സ്കൂളുകളിൽ ചെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളിൽ ചെന്നിട്ട് സംസാരിച്ച് അങ്ങനെ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ സിനിമയ്ക്ക് വരാൻ പരുവത്തിന് ആണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ഓരോ സ്കൂളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ എന്ന് വെച്ചാൽ വലിയ സ്കൂളിൽ ഓടിപ്പിക്കാനുള്ള റൂട്ടിലാണ് ഇത് ചെയ്തു വെച്ചേക്കുന്നത്. ചേട്ടൻ ഇനി വരാനുള്ള പ്രൊജക്റ്റ് ഏതാണ്? ഇനി 2-3 പടമുണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ തലയൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചു. ഓക്കെ, താങ്ക് യു.